നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തെ പുകഴ്ത്തി UAE മന്ത്രി ഷെയ്ഖ് നഹ്യാൻ മുബാറക്. കേരളത്തിന്റേത് വലിയ നേട്ടമാണെന്നും മറ്റുള്ളവർക്കും പിന്തുടരാവുന്ന മാതൃകയാണെന്നും അബുദാബിയിൽ നടന്ന പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിലാണ് മന്ത്രി പ്രശംസിച്ചത്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഉദ്യമങ്ങളുമായി കേരളം മുന്നോട്ടു പോവുകയാണ്. സഹിഷ്ണുത കൊണ്ടും മൂല്യബോധം കൊണ്ടും ആഗോള ശ്രദ്ധ നേടിയവരാണ് മലയാളികളെന്നും മന്ത്രി ഷെയ്ഖ് നഹ്യാൻ മുബാറക് പറഞ്ഞു. അബുദാബിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത മലയാളോത്സവം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഷെയ്ഖ് നഹ്യാൻ. മലയാളികളുടെയും കേരളത്തിന്റെയും നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞാണ് UAE സഹിഷ്ണുതാ മന്ത്രി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തെ അഭിനന്ദിച്ചത്. മുഖ്യമന്ത്രിയും വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നവരും കയ്യൊടിയോടുകൂടിയാണ് ഇത് സ്വീകരിച്ചത്. കേരളത്തിൽ നിന്നുള്ള പ്രവാസികളെ മന്ത്രി അഭിനന്ദിച്ചു. കേരളം ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയുടെ നേട്ടങ്ങളുടെ തിളങ്ങുന്ന ഉദാഹരണമാണ് കേരളമെന്നും സാമൂഹ്യ സൗഹാർദ്ദ, ടെക്നോളജി, വിദ്യാഭ്യാസം എന്നിവയിൽ ബഹുദൂരം മുന്നിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് മന്ത്രിയുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി നൽകി. കേരള പിറവിയുടെ 70ാം വാർഷികത്തിന്റെ ഭാഗമായി അബുദാബിയിലെ സിറ്റി ഗോൾഫ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മലയാളോത്സവത്തിൽ വൻ വരവേൽപ്പാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുവാനുള്ള തീരുമാനം ഒരു ദിവസം കൊണ്ടെടുത്തതല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെ കഞ്ഞികൂടി മുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് UAE. 2018 മഹാപ്രളയകാലത്ത് കേരളത്തെ സഹായിക്കാൻ സന്നദ്ധമായ UAE ഭരണാധികാരികളെ മറക്കാനാകില്ല. ആപത്ത് കാലത്ത് ഒപ്പമുണ്ടാകുമെന്ന് തന്ന ഉറപ്പിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. UAE കേരള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർ ഭരണത്തിൽ കേരളത്തിലുണ്ടായ വികസനത്തിലൂന്നിയ മുഖ്യമന്ത്രിയുടെ പ്രസംഗം 2 മണിക്കൂറുകളോളം നീണ്ടു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്, നോർക്ക വൈസ് ചെയർമാൻ കൂടിയായ MA യൂസഫ് അലി തുടങ്ങിയവരും മലയാളോത്സവത്തിൽ സംസാരിച്ചു. UAE പര്യടനം തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അബുദാബി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തി. 2002 AK ആന്റണി മുഖ്യമന്ത്രിയും G കാർത്തികേയൻ ഭക്ഷ്യമന്ത്രിയുമായിരുന്നപ്പോൾ ആവിഷ്കരിച്ച ആശ്രയ പദ്ധതിയാണ് കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് തുടക്കമിട്ടത്. ആശ്രയ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അവാർഡും ലഭിച്ചിരുന്നു. 2005 ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും 2013 ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമാണ് കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് രാസത്വരകമായത്. 70കൾ മുതൽ ഗൾഫ് പ്രവാസികൾ ലക്ഷക്കണക്കിന് പണം കേരളത്തിലേക്ക് ഒഴുകിയത് കേരളത്തിന്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുകയും ദാരിദ്ര്യം അകറ്റുകയും ചെയ്തു. കാർഷിക മേഖല തകരുകയും വ്യവസായങ്ങൾ വളരാതിരിക്കുകയും ചെയ്ത കേരളം ആഭ്യന്തര വരുമാനത്തിൽ ഇപ്പോഴും വളരെ പുറകിലാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കള്ളപ്രചാരണം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാർ കണക്കുകളെ കേരളത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. കേരളപ്പിറവി ദിനത്തിലായിരുന്നു അതിദാരിദ്ര്യമുക്തമാക്കി സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. അതിന്റെ ഭാഗമായി പരിപാടികളിൽ പല സിനിമാ താരങ്ങളും മുഖ്യാതിഥികളും ഒക്കെ പങ്കെടുത്തിരുന്നു. എന്നാൽ കമൽഹാസൻ, മോഹൻലാൽ തുടങ്ങിയവർ എത്തിയിരുന്നില്ല. എങ്കിലും മമ്മൂട്ടി എത്തിച്ചേർന്നിരുന്നു. കേരളത്തിന് തന്നെക്കാൾ 4-5 വയസ്സ് ചെറുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടൻ മമ്മൂട്ടി സംസാരിച്ചു തുടങ്ങിയത്. കേരളത്തിന്റെ സാമൂഹ്യ നേട്ടങ്ങൾ ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുന്നതെന്ന് മമ്മൂട്ടി ചൂണ്ടിക്കാട്ടി. അതിദാരിദ്ര്യം മാത്രമേ നാം മറികടന്നിട്ടുള്ളൂ, ദാരിദ്ര്യം ഇനിയും ബാക്കിയുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നാണ് കേരളം ഈ നിലയിൽ എത്തിയതെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്ത് കേരളത്തെ ഈ നിലയിൽ എത്തിച്ചത് കേരളീയരുടെ സാമൂഹ്യ ബോധമാണ്. പരസ്പര സ്നേഹവും അതിർവരമ്പുകളില്ലാത്ത സാഹോദര്യവുമെല്ലാമാണ് ഇതിന് കാരണമായത്. ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടാൻ കേരളത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് തോളോട് തോൾ ചേർന്ന് ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം ഉണ്ടായാലും വിശക്കുന്ന വയറുകൾക്ക് മുൻപിൽ ഒരു വികസനത്തിന് വിലയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ലോകബാങ്കിന്റെ നിർവചനം അനുസരിച്ച് പ്രതിദിനം 180 രൂപയിൽ താഴെ വരുമാനത്തോടെ ജീവിക്കുന്നവരാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെടുന്നത്. റേഷൻ കാർഡും ദിവസ വരുമാനവുമില്ലാത്ത കേരളത്തിലുള്ള 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്നും വിമുക്തരാകാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന തട്ടിപ്പ് പ്രഖ്യാപനമാണെന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഔദ്യോഗികമായി ഇതു സംബന്ധിച്ച് യാതൊരു പഠനമോ ഡാറ്റ ശേഖരണമോ നടത്താതെയുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ ഒരു പ്രഹസനമായിരിക്കുന്നത്.
സർവേയിലൂടെ കേരളത്തിലെ 64,006 അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തിയെന്നും അതിൽ 4,421 കുടുംബങ്ങൾ മരിച്ചുവെന്നും നാടോടികളായി കഴിയുന്ന 2,601 കുടുംബങ്ങളെ കണ്ടെത്താനായിട്ടില്ലെന്നും ബാക്കിയുള്ള എല്ലാ കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്നും ഇത് സർക്കാർ നിഗൂഢമായി ചെയ്ത പദ്ധതിയല്ലെന്നുമാണ് സർക്കാർ വാദം. ഇതിന്റെ കണക്കുകൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടുമില്ല.